നമസ്കാരം, സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വലിയ കാര്യമാണ്. അതായത്, കേരളം എങ്ങനെയാണ് അതിദാരിദ്ര്യം പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ഒരു വലിയ ദൗത്യത്തിൽ മുന്നോട്ടു പോകുന്നത് എന്ന്. നമുക്ക് ഇതിലേക്ക് കടക്കാം. ആദ്യം തന്നെ കേരളത്തിന്റെ വികസന കഥയിലെ ഒരു വിരോധാഭാസം നോക്കാം. ഇത് കുറേ കാലമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. ഇവിടെയാണ് ആ ഒരു പൊരുത്തക്കേട് വരുന്നത്. നോക്കൂ, ഒരു വശത്ത് നോക്കിയാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ആരോഗ്യവും വിദ്യാഭ്യാസവുമൊക്കെ കേരളത്തിലുണ്ട്. പക്ഷേ അതേസമയം തന്നെ അതിന്റെ മറുഭാഗത്ത് കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്ന കുറേ ആളുകളുണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരുമല്ലേ, എങ്ങനെയാണ് ഈ രണ്ട് കാര്യങ്ങളും, അതായത് ഉയർന്ന ജീവിത നിലവാരവും കടുത്ത ദാരിദ്ര്യവും ഒരേ സ്ഥലത്ത് ഒരേ സമയത്തുണ്ടാകുന്നത്? അതിന്റെ ഉത്തരം കിടക്കുന്നത് ദാരിദ്ര്യം എന്ന വാക്കിനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് എന്നതിലാണ്. സാധാരണ നമ്മൾ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താ? പണമില്ലാത്ത അവസ്ഥ, അല്ലേ? എന്നാൽ ഇവിടെ ആ ഒരു ചിന്തയിൽ നിന്ന് മാറി കുറച്ചുകൂടി വലിയൊരു ക്യാൻവാസിലാണ് കാര്യങ്ങളെ കാണുന്നത്. പണ്ട് ദാരിദ്ര്യം അളന്നിരുന്നത് വളരെ സിമ്പിളായിട്ടായിരുന്നു. ഒരാൾക്ക് ഒരു ദിവസം ജീവിക്കാൻ എത്ര പണം വേണം, അതിലും കുറവാണോ വരുമാനം, എങ്കിലവർ ദരിദ്രരാണ്. ലോകബാങ്കിന്റെ കണക്കൊക്കെ ഇങ്ങനെയായിരുന്നു. പക്ഷെ കേരളം മനസ്സിലാക്കി യഥാർത്ഥ ദാരിദ്ര്യത്തിന് പല മുഖങ്ങളുണ്ടെന്ന്. അതായത് പണം മാത്രമല്ല പ്രശ്നം. ആരോഗ്യം, വിദ്യാഭ്യാസം, നല്ലൊരു വീട്, കുടിവെള്ളം, സമൂഹത്തിലൊരു സ്ഥാനമുണ്ടാവുക, ഇതിലേതെങ്കിലും ഒന്നില്ലെങ്കിലും അത് ദാരിദ്ര്യമായി കണക്കാക്കണം. അപ്പോ ഈയൊരു പുതിയ കാഴ്ചപ്പാടിന്റെ ഫലമെന്താണെന്ന് നോക്കൂ. ഈ ചാർട്ട് അത് വ്യക്തമായി കാണിക്കുന്നുണ്ട്. കേരളത്തിന്റെ ബഹുമുഖ ദാരിദ്ര്യ സൂചികയിലെ സ്കോർ ഇന്ത്യയുടെ ദേശീയ ശരാശരിയേക്കാൾ എത്രയോ താഴെയാണ്. അപ്പോൾ എങ്ങനെയാണ് കേരളം ഇത് സാധിച്ചത്? ഇതിന്റെ എല്ലാം അടിത്തറയിട്ടത് ഏകദേശം 2 പതിറ്റാണ്ട് മുൻപാണ്. അതും സ്ത്രീകളെ മുന്നിൽ നിർത്തിയുള്ള ഒരു കിടിലൻ ആശയത്തിലൂടെ. ആ ആശയമാണ് കുടുംബശ്രീ. ഇത് സർക്കാർ വെറുതെ പണം കൊടുക്കുന്ന ഒരു പരിപാടിയായിരുന്നില്ല. പകരം സ്ത്രീകളെ തന്നെ ശാക്തീകരിച്ച് അവരിലൂടെ ദാരിദ്ര്യത്തെ ഇല്ലാതാക്കാൻ താഴെത്തട്ടിൽ നിന്ന് കെട്ടിപ്പൊക്കിയ ഒരു വലിയ നെറ്റ്വർക്കായിരുന്നു ഇത്. ഇതിന്റെ പ്രവർത്തനം വളരെ പ്രായോഗികമായിരുന്നു. ചെറിയ ബിസിനസ്സുകൾ തുടങ്ങാൻ ചെറിയ ലോണുകൾ, അതിനുള്ള പരിശീലനം, പുതിയ കഴിവുകൾ പഠിപ്പിക്കുക, പിന്നെ എല്ലാത്തിനുമുപരിയായി പരസ്പരം സഹായിക്കുന്ന ഒരു വലിയ കൂട്ടായ്മ, അതാണ് കുടുംബശ്രീ നൽകിയത്. ഇതിന്റെ വലിപ്പം എത്രത്തോളമുണ്ടെന്നറിയാമോ? ഏകദേശം 45 ലക്ഷം സ്ത്രീകളാണ് ഇന്ന് കുടുംബശ്രീയുടെ ഭാഗമായിട്ടുള്ളത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, അത്രയും വലിയൊരു ശൃംഖല. ശരി, അപ്പോ കുടുംബശ്രീ എന്ന ശക്തമായ ഒരു അടിത്തറയുണ്ടായി. ഇനി അതിൽ നിന്നും ഒരു പടി കൂടി മുന്നോട്ടു പോയി വിട്ടുപോയ ഓരോ വ്യക്തിയെയും കണ്ടെത്താനായി കേരളം പുതിയൊരു ദൗത്യം തുടങ്ങി, കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ. ഈ ടൈം ലൈൻ നോക്കിയാൽ ആ ഒരു മാറ്റം നമുക്ക് കാണാം. 1998-ൽ കുടുംബശ്രീ തുടങ്ങി. പിന്നെ 2021-ൽ ബാക്കിയുള്ളവരെ കൃത്യമായി ലക്ഷ്യം വയ്ക്കാൻ EPP, അതായത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി തുടങ്ങി. ലക്ഷ്യം 2025ഓടെ പൂർണ്ണമായും ദാരിദ്ര്യമില്ലാത്ത ഒരു സംസ്ഥാനം. EPPയുടെ രീതി വളരെ കൃത്യമാണ്. ഒരു സർജന്റെ സൂക്ഷ്മതയോടെയാണ് അവർ പ്രവർത്തിച്ചത്. ആദ്യം സംസ്ഥാനത്തുടനീളം സർവേ നടത്തി 64,006 കുടുംബങ്ങളെ കണ്ടെത്തി. പിന്നെ ഓരോ കുടുംബത്തിനും വേണ്ടി അവരുടെ പ്രശ്നങ്ങൾ എന്താണോ അതനുസരിച്ച് ഒരു മൈക്രോ പ്ലാൻ ഉണ്ടാക്കി. ഇതിനായി ആരോഗ്യ, വിദ്യാഭ്യാസ, സാമൂഹ്യനീതി വകുപ്പുകൾ എല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചു. ഓരോ കുടുംബത്തിന്റെയും പുരോഗതി കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്തു. അപ്പോ ദൗത്യം തുടങ്ങിയപ്പോൾ മുന്നിലുണ്ടായിരുന്ന വെല്ലുവിളി ഇതായിരുന്നു: 64,806 കുടുംബങ്ങൾ, മുൻപത്തെ പദ്ധതികളിലൊന്നും പൂർണ്ണമായി സഹായമെത്താത്തവർ. എന്നാൽ അതിന്റെ ഫലം അതിശയിപ്പിക്കുന്നതായിരുന്നു. 2025 പകുതിയോടെ തന്നെ ഇതിൽ ഏകദേശം 59,526 കുടുംബങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു. അതായത് അതിന്റെ വിജയനിരക്ക് നോക്കൂ, 93%. കൃത്യമായ ഡേറ്റ വെച്ചു പ്രവർത്തിച്ചാൽ എന്ത് മാറ്റം കൊണ്ടുവരാമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. അപ്പോ ദാരിദ്ര്യം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം തൊട്ടടുത്തെത്തി നിൽക്കുമ്പോൾ ഈയൊരു കേരള മോഡൽ നമുക്ക് മുന്നിൽ ചില വലിയ പാഠങ്ങൾ വെക്കുന്നുണ്ട്, ഒപ്പം ചില പുതിയ ചോദ്യങ്ങളും. ഈ വിജയം ഒരു മാജിക്കൊന്നും അല്ലായിരുന്നു. അതിനു പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട്. 1. അധികാര വികേന്ദ്രീകരണം. 2. കുടുംബശ്രീ പോലുള്ള കൂട്ടായ്മകളെ കാര്യങ്ങൾ ഏൽപ്പിച്ചു. ഇത് അഴിമതി കുറച്ചു, യഥാർത്ഥത്തിൽ സഹായം വേണ്ടവരെ കണ്ടെത്താൻ സഹായിച്ചു. പിന്നെ ഏറ്റവും പ്രധാനം, സ്ത്രീ ശാക്തീകരണം. അത് കുടുംബങ്ങളെയും സമൂഹത്തെയും ഒരുപോലെ മുകളിലേക്ക് കൊണ്ടുവന്നു. ഈ മുഴുവൻ പദ്ധതിയുടെയും ആത്മാവ്
ഒരൊറ്റ വാചകത്തിൽ പറയാം: അന്തസ്സ്, ദാനമല്ല. അതായത് ആളുകൾക്ക് വെറുതെ സഹായം നൽകുകയല്ല, മറിച്ച് സ്വന്തം കാലിൽ നിൽക്കാനുള്ള അന്തസ്സ് നൽകുകയായിരുന്നു ലക്ഷ്യം. അപ്പോ ഇതെല്ലാം നമ്മളെ അവസാനത്തെ ഒരു ചോദ്യത്തിലേക്ക് എത്തിക്കുകയാണ്. കണക്കുകൾ പറയുന്നു ദാരിദ്ര്യമില്ലാതായി എന്ന്. ശരി, അങ്ങനെയെങ്കിൽ ഒരു നാടിന്റെ വികസനം അടുത്തതായി എന്തിലായിരിക്കണം ശ്രദ്ധിക്കേണ്ടത്? ദാരിദ്ര്യത്തിനപ്പുറം എന്താണ് അടുത്ത വലിയ ലക്ഷ്യം?